താജ്മഹലിന് ചോർച്ചയുണ്ട് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. താജ്മഹലിൻ്റെ പ്രധാന താഴികക്കുടത്തിൽ 73 മീറ്റർ ഉയരത്തിലാണ് ചോർച്ച കണ്ടെത്തിയത്. കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് വിവരങ്ങൾ നൽകുന്നു. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന് ചോർച്ച കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ വാർത്ത. അതായത് പ്രധാന താഴികക്കുടത്തിൽ 73 മീറ്റർ വരെ ഉയരത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ചോർച്ച കണ്ടെത്തിയത്. ഇതിൻ്റെ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. 15 ദിവസത്തോളം ഈ പരിശോധന പൂർത്തിയാകാൻ എടുക്കും എന്നാണ് ASI ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം വിദഗ്ധരെ എത്തിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും എന്നും അവർ വ്യക്തമാക്കുന്നു. പണി പൂർത്തിയാകാൻ ഏതാണ്ട് 6 മാസം കാല സമയമെടുക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ കല്ലുകളെ കൂട്ടിയോജിപ്പിക്കുന്ന കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം ചോർച്ചയ്ക്ക് കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. താഴികക്കുടത്തിൻ്റെ മേൽക്കൂരയും വാതിലും തറയും ദുർബലമായിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. താഴികക്കുടത്തെ താങ്ങി നിർത്തുന്ന ഇരുമ്പ് നിർമ്മിതിയുടെ സമ്മർദ്ദം മൂലം കുമ്മായത്തിന് ഇളക്കമുണ്ടായതും ചോർച്ചയ്ക്ക് കാരണമാകാം എന്നാണ് നിഗമനം. ഇതെല്ലാം ഈ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ഈ കാലയളവിൽ സന്ദർശകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണത്തിന് സാധ്യത കാണുന്നുണ്ടോ ശ്രീകാന്ത്? ഇതേവരെ സന്ദർശകർക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടില്ല. അറ്റകുറ്റപ്പണികളല്ല ഇപ്പോൾ നടക്കുന്നത്, നേരെ മറിച്ച് പരിശോധന മാത്രമാണ് നടക്കുന്നത്. ആ ഘട്ടത്തിൽ ആർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. അറ്റകുറ്റപ്പണി തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ അത്തരം ചെറിയ നിയന്ത്രണങ്ങൾ വന്നേക്കാം. കാരണം ഇനി സീസൺ, ഈ അറ്റകുറ്റപ്പണി നടക്കണമെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള കാലയളവിൽ നടക്കണം. അത് സീസണാണ്. ആ സമയത്ത് അടച്ചിടാനുള്ള സാധ്യത തീരെ കുറവുമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിയന്ത്രണമില്ല. ഇതിൻ്റെ പണി തുടങ്ങുന്ന ഘട്ടത്തിൽ ഭാഗിക നിയന്ത്രണം ഒരു പക്ഷേ ഉണ്ടായേക്കാം. താജ്മഹലിന് ചോർച്ചയുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. 73 മീറ്റർ ഉയരത്തിലാണ് ചോർച്ച കണ്ടെത്തിയത്. ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്.